ഞാൻ ഒരുപാട് നാളായിട്ട് പോകാൻ കാത്തിരിക്കുന്ന ഒരുപാട് കൊതിച്ചിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോവാണ്. പോകെ എവിടേക്കാണെന്ന് പറയാം കേട്ടോ. ഇത് നമ്മുടെ കവലയിൽ നിന്നും ബസ്സിനാണ് അങ്ങോട്ടേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്. കുട്ടിക്കാലത്ത് കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് വലിയൊരു ഭക്തിയോടെ അല്ലെങ്കിൽ ഒരു പേടിയോടെ കേട്ടിരുന്ന ഒരു പേരാണ് മലയാലപ്പുഴ അമ്മ. അപ്പോൾ ഇന്ന് ഞാൻ മലയാലപ്പുഴ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം 7 കിലോമീറ്ററോളം അകലെയാണ് മലയാലപ്പുഴ ക്ഷേത്രം. രാവിലെയുള്ള ഈ യാത്ര നല്ല രസമായിരുന്നു. ആ ഒരു മലമ്പ്രദേശവും അവിടുത്തെ പച്ചപ്പും ഒരു തണുത്ത കാറ്റും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഈ ഒരു ദിവസം ഒരു ഡയറിക്കുറിപ്പ് പോലെ ഇവിടെ ചേർക്കാമെന്ന് വിചാരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലാണ് നമ്മൾ ബസ് ഇറങ്ങുന്നത്. ഈ പടികൾ കയറിയാൽ നമ്മൾ മലയാലപ്പുഴ അമ്മയുടെ തിരുമുന്നിലെത്തി. എനിക്കിപ്പോൾ തോന്നുന്ന ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും പ്രീ പ്ലാൻഡാണ്. ഭഗവാൻ എന്നോ നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ദിവസങ്ങൾ. ഓരോരുത്തരും ഓരോ സമയത്തും എവിടെയാണ് ഉണ്ടാവേണ്ടത്, എവിടെ ഉണ്ടാവരുത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ എപ്പോഴോ ഭഗവാൻ നിശ്ചയിച്ചിരിക്കുകയല്ലേ. അങ്ങനെ ഭഗവാന്റെ നിശ്ചയപ്രകാരം അല്ലെങ്കിൽ മലയാലപ്പുഴ അമ്മയുടെ കടാക്ഷം കൊണ്ട് ഞാൻ അമ്മയുടെ തിരുമുറ്റത്തെത്തിയിരിക്കുകയാണ്. ഒരുപാട് നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടം വരെ വരിക, അമ്മയെ കണ്ടൊന്ന് തൊഴുക എന്നുള്ളത്. ആ ആഗ്രഹം സാക്ഷാത്കരിച്ച സന്തോഷത്തിലാണ് ഞാൻ അകത്തേക്ക് കടന്നതും അമ്മയെ കണ്ടു തൊഴുതതും ഒക്കെ. സമാധാനപൂർണമായ ഭഗവതിയുടെ അന്തരീക്ഷത്തിൽ ഒരുപാട് സമയം സ്വസ്ഥമായിട്ടിരിക്കാനും സാധിച്ചു. പ്രസാദവും വാങ്ങി പുറത്തിറങ്ങി അവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കേട്ടോ. അപ്പോൾ കണ്ട കാഴ്ചകളാണ് ദേ നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് കണ്ടോ. പിന്നെ മഞ്ചാടി മണികൾ, ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് മഞ്ചാടി മണി സമർപ്പിക്കൽ. പിന്നെ ഇത് അമ്പലത്തിൻ്റെ മുൻവശമാണ്. നമ്മൾ ബാക്കിൽ കൂടെ ആണല്ലോ കയറിയത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ആൽത്തറയൊക്കെ ഉണ്ട്. അമ്പലത്തിൻ്റെ മുൻവശം ഇങ്ങനെയാണുള്ളത്, കിഴക്കേ നട. പിന്നെ നമ്മൾ കുറച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ഉച്ചപൂജ കഴിയുന്നത് വരെ ഞാനവിടെ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉച്ചപൂജയ്ക്ക് ശേഷം ദേ ഇതുപോലെ പായസം കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പായസത്തിന്. അങ്ങനെ പായസമൊക്കെ കുടിച്ചു പതുക്കെ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. മടക്ക യാത്രയും അടിപൊളിയായിരുന്നു കേട്ടോ. സന്തോഷത്തോടെ അതിലേറെ സമാധാനത്തോടെ വീട്ടിലെത്തി അമ്പലത്തിൽ നിന്ന് കിട്ടിയ കടുംപായസം ദേ തേക്കലയിൽ പൊതിഞ്ഞത് കഴിച്ചു നോക്കി. ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ നല്ല ദിവസത്തിൻ്റെ ഓർമ്മ ഇവിടെ പങ്കുവെക്കുന്നു. എല്ലാവർക്കും ഒരുപാട് സ്നേഹം. സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ കൂടെ കൂട്ടിയവർക്കോട് ഒരുപാട് സ്നേഹം. ആൻഡ് പാറു ചേച്ചി, ഐ റിയലി മിസ് യു.